ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പുരുഷ ബീജത്തിന് മനുഷ്യനേക്കാളും പ്രായമുണ്ട് എന്നുള്ളതാണ്. അതായത് പുരുഷ ബീജത്തിൻ്റെ ഘടന നമുക്കറിയാം, ഒരു തലഭാഗവും പിന്നെ ഒരു നീണ്ട വാലും അടങ്ങിയതാണ്. ഈ തലഭാഗത്താണ് അവയിലെ പ്രോട്ടീനുകളും ജീനുകളും എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഈ പല പ്രോട്ടീനുകളുടെയും അവയ്ക്ക് കോഡ് ചെയ്യുന്ന ജീനുകൾ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുള്ള ജീവികളിൽ പോലും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നിഗമനത്തിൻ്റെ കാരണം. അതായത് അവർ പറയുന്നത് ഈ പുരുഷബീജം ഒരു സ്വതന്ത്ര ഓർഗനിസമായിരുന്ന ഒരു സാധനമായിരുന്നു, പിന്നീടാണ് നമ്മുടെ ശരീരത്തിൽ അതിനെ ഉൾപ്പെട്ടു പോയത് എന്നാണ്. അതിന് ബയോളജിയിൽ നേരത്തെയും ഇങ്ങനെയുള്ള തിയറികൾക്ക് ഉദാഹരണമുണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെല്ലുകൾക്കകത്ത് കാണുന്ന ഭാഗം ഒരു കാലത്ത് ഒരു സ്വതന്ത്ര സെല്ലായിരുന്നുവെന്നും പിന്നീട് വലിയ സെല്ലുകളിനകത്ത് പെട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭാഗമായി മാറുകയാണ് ചെയ്തതെന്നും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. അതുപോലെയുള്ള ഒരു പരിണാമം പുരുഷബീജത്തിനും ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ അനുമാനം.